ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് പലർക്കും കൃത്യമായിട്ട് അറിയാം. എന്നാൽ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിക്കാറ്. നമ്മുടെ ബിസിനസ്സിൽ ഏതെല്ലാം ഇൻകം വന്നു, ഏതെല്ലാം എക്സ്പെൻസുകൾ പോയി, അതിലൂടെ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ട് എന്നാണ് നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ശരിക്കും നമ്മളെ ബാലൻസ് ഷീറ്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഏതെല്ലാം ലാബിലിറ്റീസ് നമ്മളെ കമ്പനിയിലുണ്ട്, ഏതെല്ലാം അസറ്റ്സ് നമ്മളെ കമ്പനിയിലുണ്ട്, എത്രമാത്രം ലാബിലിറ്റീസ് നമ്മളെ കമ്പനിക്കുണ്ട്, എത്രമാത്രം അസറ്റ്സ് നമ്മളെ കമ്പനിക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഏതെല്ലാം സോഴ്സിലൂടെ നിങ്ങളെ ബിസിനസ്സിലേക്ക് ഫണ്ട് വന്നു, ആ ഫണ്ട് നിങ്ങൾ ആ പെർട്ടിക്കുലർ പീരീഡിൽ ഏതെല്ലാം മേഖലയിൽ യൂസ് ചെയ്തു, എവിടെയെല്ലാം നിങ്ങൾ ആ ഫണ്ട് അപ്ലൈ ചെയ്തു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ടിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഓണ്ടർപ്രണർക്ക് ശരിക്കും ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ, ഒരു ഓണ്ടർപ്രണർ ഫിനാൻഷ്യൽ ലിറ്ററസി എത്രമാത്രം നേടിയെടുക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവട്ടെ, ബാലൻസ് ഷീറ്റ് ആവട്ടെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലെ ഫണ്ട് യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾസ് പോലത്തെ ധാരാളം കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല പോലെ ഗ്രോത്തിലേക്കും നല്ലൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുമെന്നുള്ളതാണ്.